നമസ്കാരം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ജീവിതം എങ്ങനെ മനോഹരമാക്കാം എന്ന് പല എപ്പിസോഡുകളിലായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ട്. യൂട്യൂബ് ചാനലിലെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. ഫോളോ ചെയ്യാത്തവർക്ക് ഫോളോ ചെയ്യാം. വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ ആ ചാനലിൽ സംസാരിക്കുന്നുണ്ട്. മെയിനായിട്ട് പേരൻറ്റിങ് വിഷയങ്ങളാണ്. പേരൻറ്റിങ് ഒന്നും ഒരു സ്കൂൾ തലത്തിലെ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റേ അല്ല. നമ്മൾ എങ്ങനെ നമ്മളുടെ മാതാപിതാക്കളിൽ നിന്ന് പേരൻറ്റിങ് കണ്ടുപഠിച്ചു, അതാണ് നമ്മളുടെ മക്കൾക്ക് പേരൻറ്റിങ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇല്ല, പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ അവർക്ക് പേരൻറ്റിങ് ചെയ്യുന്നത് നമ്മൾ ജീവിച്ചവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണം. പക്ഷേ അതിന് പലർക്കും കാലാനുഗതമായ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ വരുത്തതിനെ കുറിച്ചും ആധുനികത എങ്ങനെ നമുക്ക് എപ്പോഴും ആധുനികത വേണം. നമ്മുടെ കുട്ടികൾ നമ്മളെക്കാളും വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മളെക്കാളും 7 ഇരട്ടി അവർക്ക് ബുദ്ധി അറിവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മാറിയേ പറ്റുള്ളൂ. അതൊക്കെയാണ് അതിനകത്ത് പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ. ഇതുകൂടാതെ തന്നെ കൃഷിയും മറ്റു പല കാര്യങ്ങളും അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 കവിതകൾ ചൊല്ലി നമുക്ക് ഗൃഹാതുരത്വം നൽകുന്ന ഓർമ്മകൾ, ഒപ്പം തന്നെ നമ്മുടെ ജീവിത അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ ആരോഗ്യം നിലനിർത്താം, എങ്ങനെ നമ്മുടെ യുവത്വവും സന്തോഷവും നിലനിർത്താം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി അങ്ങോട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. നിങ്ങൾ ചാനലും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിനകത്ത് വരും. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ആരോഗ്യത്തെ സംബന്ധിക്കുന്ന വിഷയമാണ്. ആരോഗ്യത്തിൽ തുടങ്ങുമ്പോൾ നമുക്ക് ഭക്ഷണത്തിൽ തന്നെ തുടങ്ങാം. പക്ഷെ ഏത് ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒന്നുമല്ല ഇന്ന് സംസാരിക്കുന്നത്. ആദ്യമായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അധികം ദീർഘിച്ചു പോയില്ല, വളരെ ചെറിയ രീതിയിലേ പറയത്തുള്ളൂ. ഓരോ എപ്പിസോഡിലായിട്ടുണ്ട് പല വിഷയങ്ങളെക്കുറിച്ച്, വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഉദാഹരണത്തിന് നമ്മളിപ്പം ഉച്ചയൂണ് കഴിക്കുകയാണെന്നെങ്കിൽ ആ ഉച്ചയൂണ് കഴിക്കാൻ നമുക്ക് ആവശ്യമായ സമയം നമ്മൾ എടുക്കണം. നമ്മൾ തൊഴിലിടങ്ങളിൽ, ജോലിയിലോ മറ്റ് എവിടെയാണേലും നമുക്ക് ലഞ്ച് ബ്രേക്ക് നമ്മൾ കൃത്യമായി എടുക്കുക. കഴിവതും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ആവശ്യമായ സമയം എടുത്തുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുക. അതാണ് ഒന്നാമത്തെ പ്രധാനമായ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണം കഴിക്കുന്നതിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. അതായത് മിക്കവാറും ഇപ്പം കണ്ടുവരുന്ന ട്രെൻഡ്, ഏറ്റവും കൂടുതലായിട്ട് ന്യൂ ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, മൊബൈൽ നോക്കിയിരുന്നുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാറ്. ഇപ്പം നമ്മൾ പല റീൽസും ഒക്കെ കാണാറുണ്ട്. ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം അവർ പാത്രത്തിൽ നിന്ന് എടുത്ത് കഴിക്കുന്നു, മൊബൈൽ നോക്കുന്നു. ആ സമയത്ത് അവരുടെ ഭക്ഷണം എടുത്ത് മാറ്റി വെച്ച് ഭക്ഷണത്തിന് പകരം വേറൊരു സാധനം കൊണ്ടുവെക്കുന്നു. നമ്മളല്ലാതെ ചിരിക്കുന്നു, സന്തോഷമാകുന്നു. ശരിയാണ്, ഈ റീൽസ് എല്ലാം നമുക്ക് സന്തോഷം തരുന്നത്. പക്ഷേ ഈ റീൽസിൽ സന്തോഷം തരുന്നതിനേക്കാൾ ഉപരി വലിയ ഗുണപാഠങ്ങളാണ് തരുന്നത്. നമ്മൾ അവരോട് നന്ദിപൂർവ്വം അത് അനുസ്മരിക്കണം. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് നോക്കി കണ്ട് രുചിച്ച് നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്നതായിട്ട് മനസ്സിലാക്കണം. അതായത് ഭക്ഷണം എന്ന് പറയുന്നത് ഔഷധമാണ്. ഭക്ഷണം എന്നുള്ള ഔഷധം എന്നുള്ളൊരു കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റ് അലോപ്പതിയോ ഇല്ല ആയുർവേദമോ ഹോമിയോപ്പതിയോ അങ്ങനെയുള്ള വിവിധങ്ങളായ മരുന്നുകൾ കഴിച്ച് നമ്മുടെ ശരീരത്തെ ഒരു വലിയ മെഡിക്കൽ സ്റ്റോറിന്റെ പരസ്യമായിട്ട് മാറ്റേണ്ടതായ ഒരു കാര്യം വരുന്നില്ല. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മളും നമ്മളുടെ കുട്ടികളും ഈ ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഒഴിവാക്കുക എന്ന് പറഞ്ഞു. മൊബൈൽ ഒഴിവാക്കുക എന്ന് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ച് കഴിക്കുക. അതായത് ആ ആഹാരം എന്തൊക്കെയാണ് അതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിഞ്ഞ് ആ ടേസ്റ്റോടുകൂടി കഴിക്കുക. നമ്മുടെ നാക്കിന് അതിൻ്റെതായ ഒരു ജോലിയുണ്ട്, ഇതിൻ്റെ ടേസ്റ്റ് അറിയുക എന്നുള്ളത്. അവനെ അതിൻ്റെ ആ ജോലി ചെയ്യാൻ അനുവദിക്കുക. ടേസ്റ്റ് കൊള്ളാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഭക്ഷണം പറയാം നല്ല ടേസ്റ്റാണ്. ഇപ്പം ഭാര്യ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിനാണെങ്കിൽ ആ ടേസ്റ്റിനും ഭാര്യയോട് പറയണം കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് പറയാം. ഇപ്പോൾ കല്യാണ സദ്യക്കാണെങ്കിൽ നമ്മൾ പോകുമ്പോൾ നല്ല പാചകമാണെന്ന് പറയാം. ഒന്നും പറ്റിയില്ലെങ്കിൽ പാചകം കൊള്ളത്തില്ല, കുറ്റം പറയണമെന്നെങ്കിലും നമ്മൾ ആ ടേസ്റ്റ് അറിഞ്ഞിരിക്കണം. ഇതിനേക്കാളും എല്ലാം നാലാമതായി പറയാൻ പോകുന്ന ഏറ്റവും വലിയൊരു വിഷയം, ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഏത് ഭക്ഷണം കഴിച്ചാലും അത് വൃത്തിയായി വേണ്ടത്ര സമയമെടുത്ത് നമ്മളത് ശരിക്കും ചവച്ച് അരച്ച് ആ ഭക്ഷണം കഴിക്കുക. മനുഷ്യന് ദൈവം 32 പല്ലുകൾ തന്നിട്ടുണ്ട്. ഈ പല്ലിൻ്റെ ഘടന
7 ലക്ഷം പല്ലും 75,000 പല്ലുമുള്ള ജീവികളൊക്കെ ഉണ്ട്. ഒച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പല്ലുകളുള്ള ജീവിയാണ്. അങ്ങനെയൊക്കെ തന്നെ ക്രോക്കഡൈൽ, അതിൻ്റെ പല്ലിൻ്റെ രീതി വ്യത്യാസം, നമ്മുടെ പല്ലുമായിട്ടുള്ള രീതി അല്ലത്. അതിനെ ഇരയെ പിടിക്കാൻ വേണ്ടിയാണ് അത്രയും പല്ലുകൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇരയെ പിടിക്കേണ്ട കാര്യമില്ല, നമുക്കിത് ചവച്ചരച്ച് ചെയ്യണം. അപ്പം നമ്മുടെ പല്ലിൻ്റെ ഘടനയ്ക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതേ പല്ലിൻ്റെ ഘടനയുള്ള ജീവികൾ പൊതുവെ കുറവാണ്. ഇത്രയും പല്ലുകളുള്ള ജീവികൾ പൊതുവെ കുറവാണ്. എന്തുകൊണ്ടാണ് ഈശ്വരൻ അങ്ങനെ ഒരു സൃഷ്ടി നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ദഹന പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി ദഹന പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വായിൽ നിന്ന് തന്നെയാണ്. അപ്പം വായിൽ ഈ ഭക്ഷണം കടിച്ചു മുറിച്ച് അരക്കത്തക്ക രീതിയിലാണ് നമ്മുടെ പല്ലുകളുടെ ക്രമീകരണം സൃഷ്ടിയിൽ ദൈവം നടത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ അത് ചവച്ചരയ്ക്കുമ്പോൾ വേണ്ടത്ര ഉമിനീരുമായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് എന്നിട്ട് വേണം നമ്മൾ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് നമ്മളുടെ ദഹന പ്രക്രിയയ്ക്ക് വേണ്ടി ഈ ഭക്ഷണത്തെ വിട്ടുകൊടുക്കാൻ. നമ്മളുടെ ദഹനേന്ദ്രിയങ്ങൾ ഇതിൻ്റെ പകുതിയിലധികം ജോലി വായിൽ വെച്ച് തന്നെ ചെയ്താൽ മാത്രമേ ദഹനേന്ദ്രിയങ്ങൾക്ക് കൃത്യമായി അതിൻ്റെ ജോലിയും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എളുപ്പത്തിൽ വലിച്ചുവാരി കഴിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പറയാം. ഒന്ന്, നമ്മൾ വേണ്ടത്ര സമയം എടുത്ത് ഇത് ചവച്ചരച്ചെങ്കിൽ മാത്രമേ അത്രയും സമയം കൂടി ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീര് നമ്മളുടെ ഈ ഭക്ഷണമായിട്ട് ചേരുകയുള്ളൂ. ആവശ്യത്തിലധികം ഉമിനീര് ഇതിൻ്റെ കൂടെ ചേർക്കപ്പെട്ടാൽ മാത്രമേ ഇതിൻ്റെ ദഹന പ്രക്രിയ നമ്മുടെ ദഹനേന്ദ്രിയത്തിന് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉമിനീര് ആഡ് ചെയ്യാതെ ഭക്ഷണം നേരിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടതായ, ഈ ഭക്ഷണം ദഹിപ്പിക്കുന്നതിന് വേണ്ടതായ ഉമിനീരിൻ്റെ കണ്ടന്റ് അതിനകത്ത് കുറവാകുകയും പൂർണ്ണമായി ദഹന പ്രക്രിയ നടത്താതെ വരികയും ചെയ്യുന്നു. കാരണം അതാത് ദഹനേന്ദ്രിയങ്ങൾ, ഇപ്പം വൻകുടലായിക്കോട്ടെ, ചെറുകുടലായിക്കോട്ടെ, ആമാശയം ആയിക്കോട്ടെ, ഇതെല്ലാം അതിൻ്റെതായ ദഹനരസങ്ങൾ പുറപ്പെടുവിച്ചിട്ടാണ് ഈ ദഹന പ്രക്രിയ നടത്തുന്നത്. പക്ഷെ ആദ്യത്തെ ദഹനരസം വരുന്നത് നമ്മുടെ വായിലെ ഉമിനീരിൽ തന്നെയാണ്. ആ ഉമിനീരിൻ്റെ അളവിൽ ഭക്ഷണം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ അളവിൽ കുറവ് വരാതിരിക്കണമെങ്കിൽ ആവശ്യത്തിനുള്ള സമയം എടുത്ത് തന്നെ കഴിക്കണം. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, JCB മണ്ണ് കോരിയിടുന്നതാണ് ആൾക്കാർ കഴിക്കുന്നത്. അതായത് ഒരു വായെടുത്ത് വായിൽ വെച്ചു, അത് ചവച്ചരയ്ക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത കൈ കൊണ്ട് കോരിയെടുത്ത് വായിലേക്ക് കൊടുത്തിരിക്കുക. വായി കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ഇട്ടിട്ട് ഒരൊറ്റ വിഴുങ്ങാം, എന്നിട്ട് ഇച്ചിരി വെള്ളവും കുടിക്കും. അശാസ്ത്രീയമാണ്. കഴിവതും കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാതിരിക്കുക. എന്തുകൊണ്ടാണ്? ഈ ഉമിനീരുമായിട്ടാണ് ഭക്ഷണം മിക്സ് ആകേണ്ടത്. എന്നെങ്കിൽ മാത്രമേ ആ ദഹന പ്രക്രിയ പൂർണ്ണമാകത്തുള്ളൂ. അപ്പൊ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ് വേണ്ടത്ര സമയമെടുത്ത് ശരിക്കും ചവച്ചരച്ച് ആവശ്യത്തിന് ഉമിനീരുമായിട്ട് നമുക്ക് അത് ശരീരത്തിലേക്ക് പോകട്ടെ. ദഹനേന്ദ്രിയ അതിൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്തോളും. അത് നമുക്ക് അറിയാൻ പറ്റുന്ന ജോലിയല്ല, ഇത് നമ്മൾ നേരിട്ട് കാണുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ജോലിയായതുകൊണ്ട് നമ്മളുടെ ഉത്തരവാദിത്വമാണ് ആ പകുതിയിൽ കൂടുതൽ വരുന്ന ആ പ്രോസസ്സ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇത്രയും പ്രോസസ്സ് നമ്മൾ ചെയ്ത് ദഹനേന്ദ്രിയത്തിന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവൻ അതിൻ്റെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണഗണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ വൈറ്റമിൻസ്, മിനറൽസ്, നമുക്ക് ഊർജം തരുന്നതായ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടും. അങ്ങനെ ആഗിരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻ സപ്ലിമെന്റ് മാത്രമല്ല കിട്ടുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും മാത്രമല്ല കിട്ടുന്ന, ഊർജം മാത്രമല്ല കിട്ടുന്നത്, അതിനെ നമ്മുടെ ശരീരത്തെ മറ്റു പല അസുഖങ്ങളിൽ നിന്ന് ഇത് രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ശരിയായ ദഹന പ്രക്രിയ നടന്നില്ലെങ്കിൽ ശരീരത്തിന് അസുഖങ്ങൾ ഉണ്ടാകും. നിസ്സാരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസെൻട്രി ഉണ്ടാകുക, വയറിളകി പോവുക, ദഹനം നടക്കാതെ പോവുക, അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാകുക, ഗ്യാസിന്റെ കംപ്ലൈന്റ് ഉണ്ടാകുക, ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന അസുഖങ്ങളാണ്. ഇങ്ങനെയുള്ള നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന അസുഖങ്ങൾ പോലും നമ്മൾ വിലയിരുത്തുക, അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ശരിക്കും മലബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് ദൂഷ്യമാണ്. അത് ഒരു ദിവസമൊക്കെ നമുക്കൊന്നും ശരിയായ രീതിയിൽ നമുക്ക് വിസർജ്യം നടക്കുന്നില്ല എങ്കിൽ അത് ഒരുപാട് ദോഷം ചെയ്യും. അപ്പം ആഹാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇതേ രീതിയിൽ കൃത്യത പാലിക്കുക. വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കൃത്യത പാലിക്കുക. പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ ഒരു ദിവസം 3 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം കുടിച്ചിരിക്കണം. അങ്ങനെ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ കിഡ്നിക്കും നല്ല ആരോഗ്യമുണ്ടാകും. അത് കൂടുതൽ കുടിക്കേണ്ട കാര്യമില്ല, കിഡ്നിക്ക് അത് ഓവർലോഡാകും. അപ്പം ഒരു 3 ലിറ്ററെങ്കിലും കുടിക്കുക. അങ്ങനെ വെള്ളവും ഭക്ഷണവും നമ്മൾ കൃത്യമായിട്ട് കഴിക്കുകയും അതിന് വേണ്ട സഹായം, ദഹന പ്രക്രിയയ്ക്ക് വേണ്ട സഹായം ചെയ്തു കഴിഞ്ഞാൽ
അതിനകത്തുണ്ടാകുന്ന ഗുണങ്ങളിൽ ഒരു പ്രധാന ഗുണമാണ് നമ്മളുടെ ആരോഗ്യത്തോടൊപ്പം തന്നെ നമ്മുടെ യുവത്വവും നിലനിർത്തുവാൻ സാധിക്കും. അപ്പം നമ്മുടെ സൗന്ദര്യവും യുവത്വവും ഒക്കെ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇന്നു മുതൽ സുഹൃത്തുക്കളെ ദയവായി നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലും നന്നായി ശ്രദ്ധിക്കുക. നമുക്ക് പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഇതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. താങ്ക് യു.